ഹലോ ഗൈസ്. ഹലോ ഗൈസ്. നമ്മളെന്താ ചെയ്യണോ? ചായ ഉണ്ടാക്കാൻ പോവാ ഗൈസ്. വെറും ചായ അല്ല. വെറും ചായ ഉണ്ടാക്കാൻ പോവാ ഗൈസ്. വെറും ചായ അല്ല. അത്തറിന്റെ മണമുള്ള കത്തറിയിൽ വന്നിട്ട് കത്തറിന്റെ മണമുള്ള ചായ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ. അപ്പൊ അതിനായി നമുക്ക് വേണ്ടത് അപ്പോൾ മിക്സിന്റെ ജാറിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇടും. സ്പെഷ്യൽ റെസിപ്പി. ഇതേ വീഡിയോ ഇപ്പൊ എന്റെ വൈഫ് ഉണ്ട് കാണുമെങ്കിൽ അവൾക്ക് ക്ലീനാക്കി നമുക്ക് അവന് വേണ്ട ലൈക്ക് ഏലക്ക 2 ഏലക്ക മതി. ഇപ്പൊ 2 പേര് കളയാണെങ്കിൽ 2 പേര്, ഒരാൾക്കുള്ള ഒരെണ്ണം. ഒരു ഗ്രാമ്പു, പിന്നെ പേരൊന്നുമില്ല, ബിരിയാണിയിലേക്ക് വേണ്ട. ഏലക്കട്ടല്ലോ. പിന്നെ സ്പെഷ്യൽ സാധനം ആരോഗ്യം പറയണ്ടല്ലോ, ഉപ്പ്. അതങ്ങനെ മധുരമുള്ള സാധനത്തിൽ ചെറിയ, അതായത് ചെറിയ രീതിയിൽ ചെറുതെന്ന് വെച്ചാൽ അടിച്ചെടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സാധനം ഇനി പാത്രത്തിൽ നമ്മൾ ഒന്നും ഇടരുത്. ഓക്കെ, വെള്ളം ഒന്നും ഒഴിക്കരുത്. ജസ്റ്റ് പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെള്ളമുണ്ട് നമുക്ക് കൈ വെച്ചേക്ക. അപ്പൊ അതൊന്ന് വറ്റി സെറ്റായി കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൊടുത്താൽ തന്നെ വെറുതെ. അപ്പോൾ ഈ അടിച്ച സാധനങ്ങൾ ഇതിലിട്ടിട്ട് ഇത് ഇതിലടിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഈ ചായ പൊടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പം അതില്ല വെള്ളം അൽക്കാൻ ഇറങ്ങണമെങ്കിൽ കുറച്ച് വെള്ളം ഇടുക. എന്നിട്ട് ഇതിൽ കടുപ്പെല്ലാം പിടിച്ച് കഴിയുന്നു കുറച്ചൊന്ന് തിളക്കണത്. ഇത് തിളച്ച് കടുപ്പയിലേക്ക് ഇറങ്ങുള്ളൂ. കഴിയുമ്പോൾ സെറ്റപ്പാക്കും. കടുപ്പം ഫുള്ള് ഇറങ്ങി ഈ ഇലയിലുള്ള ഇലയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതും പിന്നെ നമ്മുടെ ഏലക്കയുടെ ടേസ്റ്റ് ഒക്കെ ഇതിലേക്ക് പിടിക്കണം. അത് തിളച്ച് സെറ്റപ്പായിട്ട് നല്ല തേയിലയുടെ സ്മെല്ലൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻ തേയിലയുടെ സ്മെല്ലും നമ്മുടെ ഏലക്കയുടെ സ്മെല്ലൊക്കെ വരുമ്പോൾ അത് പിടിക്കാൻ പറ്റും. ഇതിങ്ങനെ തിളച്ച് സെറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ വെച്ച് കൊടുക്കണം. എനിക്കിവിടെ അനുഭവിക്കാം. ഞാൻ എൻ്റെ വൈഫാണ് ചാപ്പിക്കുന്നത്. ഐറ്റം ആയിട്ടുണ്ട് നമ്മളെ കത്തറിലെ ചായ. എനിക്ക് ഷുഗർ ഇട്ടാലും നോർമൽ ഷുഗർ മതി. പക്ഷെ വൈഫിന് ശരിക്കും ചായ പഞ്ചസാര പാത്രത്തിലേക്ക് നമുക്ക് ചായ കൊടുക്കാൻ അമ്മ ഐറ്റം. അപ്പോൾ ഇതാണ് നമ്മുടെ ചായ. ഓക്കെ, ട്രൈ ചെയ്ത്